ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിന്റെ അടുത്ത വലിയ പാനന്തൻ സിനിമയാണല്ലോ എമ്പുരാൻ. സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് 10 ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണല്ലോ. സിനിമയുടെ വിദേശ രാജ്യത്തെ തിയേറ്റർ റൈറ്റ്സ് ഒരു വൻ തുകയ്ക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് സ്വപ്നം കാണാവുന്നതിലും വലിയ ഒരു തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ടത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന എമ്പുരാന്റെ ഓവർസീസ് റൈറ്റ്സ് 30 കോടി രൂപയ്ക്കായിരുന്നു വിറ്റഴിക്കപ്പെട്ടത്. ഇനി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമകൾ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിട്ട് 30 കോടി ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന ഈ ഒരു സമയത്താണ് എമ്പുരാൻ പോലൊരു സിനിമ വിദേശ രാജ്യത്ത് നിന്ന് മാത്രം 30 കോടി റൈറ്റ്സിന് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ട് അത് ലാലേട്ടൻ്റെ മാർക്കറ്റ് വാല്യൂ ഒപ്പം തന്നെ എമ്പുരാൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ എല്ലാം തന്നെ തെളിയിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ടയർ 1-ലുള്ള താരങ്ങളിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട സിനിമയും ഒപ്പം തന്നെ നടന്മാരെയുമാണ്. ആ കൂട്ടത്തിൽ എമ്പുരാനും ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിലെ നല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഇന്ത്യൻ സിനിമ അത് പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയാണ്. അല്ലു അർജുനാണ് സിനിമയിലെ നായകൻ. 140 കോടി രൂപയ്ക്കായിരുന്നു സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. രണ്ടാം സ്ഥാനത്ത് പ്രഭാസിന്റെ കൽക്കി 2798 AD 100 കോടി രൂപയ്ക്കായിരുന്നു സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. മൂന്നാം സ്ഥാനത്ത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള തളപതി വിജയാണ്. ലിയോ വിജയുടെ കേരളത്തിന് ഏറ്റവും വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. 60 കോടി രൂപയ്ക്കായിരുന്നു സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിച്ചത്. രജനികാന്തിന്റെ വേട്ടയ്യൻ എന്ന സിനിമയാണ് രജനികാന്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ഓവർസീസ് റൈറ്റ്സ് വിൽപ്പന നടന്ന സിനിമ. 45 കോടി രൂപയ്ക്കായിരുന്നു സിനിമയുടെ ഓവർസീസ് വിൽപ്പന നടന്നത്. വേട്ടയ്യന്റെ 45 കോടി കടന്നാൽ ഓവർസീസിലേക്ക് വലിയ തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ടയർ 1-ലുള്ള താരങ്ങളുടെ സിനിമകളായിട്ട് 2 സിനിമകളാണ് ഉള്ളത്. അതിലൊന്ന് 2022-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ KGF ചാപ്റ്റർ 2 ആണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാനാണ്. 2 സിനിമകളുടെയും ഓവർസീസ് റൈറ്റ്സ് 30 കോടി രൂപയാണ്. ഇനി എമ്പുരാന് തൊട്ട് താഴെയുള്ള സൗത്ത് ഇന്ത്യയിലെ ടയർ 1-ലുള്ള താരങ്ങളുടെ മറ്റു സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ജൂനിയർ NTRന്റെ ദേവര 27 കോടി രൂപയ്ക്കും രാംചരന്റെ ഗെയിം ചേഞ്ചർ 25 കോടി രൂപയ്ക്കുമാണ് ഓവർസീസ് റൈറ്റ്സ് വിൽപ്പന നടന്നത്. RRR എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം വലിയ താരമൂല്യം നേടിയെടുത്ത നടന്മാരുടെ ഏറ്റവും പുതിയ സിനിമകളാണ് എന്ന് പ്രത്യേകം ഓർക്കണം. ഇപ്പോഴത്തെ ആ നടന്മാരുടെ സിനിമകളെ പിന്തള്ളിക്കൊണ്ടാണ് നമ്മുടെ മലയാളത്തിന്റെ എമ്പുരാൻ ഇപ്പോഴത്തെ 30 കോടിയിലേക്ക് എത്തപ്പെട്ട് നിൽക്കുന്നത്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ആണല്ലോ മഹേഷ് ബാബു. അദ്ദേഹത്തിന്റെ ഗുണ്ടൂർക്കാരം എന്ന സിനിമയുടെ 21 കോടിയാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഓവർസീസ് റൈറ്റ്സ് നടന്ന സിനിമ. ഇനി ഒരു സമയത്ത് എമ്പുരാനോടൊപ്പം ഉണ്ടായിരുന്ന ലൈക്ക നിർമ്മിച്ച വിടാമുയർച്ച എന്ന അജിത്ത് സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് 20 കോടിയോളം രൂപയ്ക്കാണ് ഓവർസീസ് വിൽപ്പന നടന്നത്. അപ്പോൾ ഈ പറഞ്ഞ പല സിനിമകളെക്കാൾ വളരെ മുകളിലാണ് നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമയുടെ ഓവർസീസ് ബിസിനസ് നടന്നിരിക്കുന്നത്. ഇനി ഈ ലിസ്റ്റ് ആകെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട സീനിയർ നടന്മാർ എന്ന് പറയുന്നത് ലാലേട്ടനും രജനീകാന്തുമാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മറ്റ് പല സീനിയർ നടന്മാരെ എല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്ന ലെവലിലേക്ക് ഇതിനോടകം തന്നെ ലാലേട്ടന്റെ സ്റ്റാർഡം ഉയർന്നു കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം. ഇതിനിടയിൽ ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ ഏറ്റവും മികച്ച നടൻ ആരെന്ന് ആർക്കും തന്നെ സംശയമില്ലല്ലോ. ഇപ്പോഴത്തെ അതേ ലാലേട്ടൻ തന്നെ ബിസിനസിന്റെ കാര്യത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ ലൂസിഫറിന് ശേഷമുള്ള കഴിഞ്ഞ 5 വർഷക്കാലത്ത് ലാലേട്ടൻ കുറച്ചുകൂടി സിനിമകളിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നാം കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സ്റ്റാർഡത്തിലേക്ക് ലാലേട്ടൻ പോയേനെ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും വിമർശകർക്ക് ഇനിയും മറുപടി കൊടുക്കാനായിട്ട് ലാലേട്ടന് കഴിയട്ടെ എന്ന് ആശംസിക്കാം.